രാജി നൽകിയതിന് പിന്നാലെ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടനും തിരക്കഥാകൃത്തുമായ ജോയ് മാത്യു. ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സംഘത്തിനൊപ്പം തനിക്ക് തുടരാനാകില്ലെന്നും ചെയ്തുകൂട്ടിയ മണ്ടത്തരങ്ങളുടെ ഫലമാണ് അനുഭവിക്കുന്നതെന്നും ജോയ് മാത്യു പറഞ്ഞു. അമ്മ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ 2 മാസം മുൻപ് രാജിക്കത്ത് കൊടുത്തിരുന്നു. എന്നാൽ രാജിവെക്കരുതെന്നും മാധ്യമങ്ങളിൽ വാർത്തയാകുമെന്നും അന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതി രാജിയുമായി മുന്നോട്ട് പോയില്ല. ഇപ്പോൾ പിടിപ്പുകേട്, വിവരമില്ലായ്മ, പരസ്പരം കുറ്റപ്പെടുത്തൽ, പോലീസ് കേസ് തുടങ്ങിയ കാരണം സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. സംഘടനയുടെ പ്രതിച്ഛായ തകർന്നു. ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സംഘത്തിന്റെ കൂടെ തുടരാൻ എനിക്ക് കഴിയില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്നെ പിന്തുണയ്ക്കുന്ന 2-3 പേരേയുള്ളൂ. വിവരമുള്ള മുതിർന്ന അംഗങ്ങളുണ്ട്. ഭൂരിപക്ഷ മണ്ടന്മാരും അവരുടെ അഭിപ്രായത്തെ അംഗീകരിക്കില്ല. എന്നിട്ട് മണ്ടത്തരം ചെയ്യും. ഈ മണ്ടത്തരങ്ങളുടെ ആകെ തുകയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നും ജോയ് മാത്യു പറഞ്ഞു. അമ്മയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് ജോയ് മാത്യുവും കൈലാഷും രാജിവെച്ചത്. കടുത്ത ആഭ്യന്തര കലഹവും പ്രതിസന്ധിയുമാണ് ഇത് ഉണ്ടാക്കിയത്. മുൻ ഭരണസമിതി അംഗങ്ങളായ ജോയ് മാത്യുവും ജയൻ ചേർത്തലയും കൈലാഷും സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെക്കുകയായിരുന്നു. ഇരുവരും തങ്ങളുടെ രാജിക്കത്ത് അമ്മയുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് അയക്കുകയായിരുന്നു. നേരത്തെ പൊതുയോഗത്തിൽ വച്ച് രാജി പ്രഖ്യാപിച്ചെങ്കിലും ഇരുവരും ഔദ്യോഗികമായി രാജിക്കത്ത് സമർപ്പിച്ചിരുന്നില്ല. എന്നാൽ താരസംഘടനയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് താൻ ഇപ്പോഴും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയാണെന്ന് നടി ശ്വേതാ മേനോൻ വ്യക്തമാക്കിയതിനു ശേഷമാണ് ജോയ് മാത്യുവും ജയൻ ചേർത്തലയും കൈലാഷും അമ്മയുടെ ഇമെയിലിലേക്ക് ഔദ്യോഗികമായി രാജി സന്ദേശം അയച്ചത്. വൈസ് പ്രസിഡന്റായിരുന്ന ലക്ഷ്മിപ്രിയ രാജി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇമെയിലിലേക്ക് രാജി സന്ദേശം അയച്ചിട്ടുണ്ട് എന്ന് ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അഡ്ഹോക് കമ്മിറ്റി യോഗത്തിന് ശേഷം രമേശ് പിഷാരടിയും കെ ഗണേഷ് കുമാറും മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മുൻ ഭരണസമിതി അംഗങ്ങൾ ആരും തന്നെ ഔദ്യോഗികമായി രാജിക്കത്ത് നൽകിയിട്ടില്ല എന്ന വിവരം പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ താൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അമ്മയെ അനാഥമാക്കിയിട്ടുമില്ല, തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ പടിയിറങ്ങില്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ശ്വേതാ മേനോൻ രംഗത്തെത്തിയിരുന്നു. സംഘടനയെ തകർക്കാനും ഹൈജാക്ക് ചെയ്യാനും ചില നിക്ഷിപ്ത താൽപര്യക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ രാജിവെക്കണമെന്ന കൃത്യമായ അജണ്ടയോടെയാണ് ചിലർ ജനറൽ ബോഡി യോഗത്തിലെത്തിയതെന്നും ശ്വേത ആരോപിച്ചു. അമ്മയുടെ ബൈലോ പ്രകാരം അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനമില്ല. ഒരു കമ്മിറ്റി പൂർണ്ണമായി രാജിവെക്കുകയാണെങ്കിൽ പുതിയ തെരഞ്ഞെടുപ്പിലൂടെ മറ്റൊരു ഭരണസമിതി വരുന്നതുവരെ പഴയ കമ്മിറ്റി തന്നെ തുടരേണ്ടതുണ്ട്. മുൻപ് മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി രാജിവെച്ചപ്പോഴും ഈ രീതിയാണ് പിന്തുടർന്നത്. എന്നാൽ തങ്ങളുടെ കമ്മിറ്റിയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ മാനദണ്ഡം ബാധകമാകാത്തതെന്നും ശ്വേത ചോദിക്കുന്നുണ്ട്. അമ്മയുടെ മുൻ ഭരണസമിതി ഔദ്യോഗികമായി രാജിവെക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും മുൻ ഭാരവാഹികൾ തന്നെയാണ് നിയമപരമായ സ്ഥാനങ്ങളിൽ തുടരേണ്ടത് എന്നുള്ള ചർച്ചകൾ ഇതോടെ സജീവമായിട്ടുണ്ട്. നിലവിലെ അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗങ്ങളും തീരുമാനങ്ങളും നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ കോടതിയെ സമീപിക്കാനാണ് സാധ്യത. നിലവിൽ ജയൻ ചേർത്തലയും ജോയ് മാത്യുവും കൈലാഷും മാത്രമാണ് ഔദ്യോഗികമായി രാജി സമർപ്പിച്ചിട്ടുള്ളത്. ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു. വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയയും ഔദ്യോഗികമായി രാജി സന്ദേശം അയച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ ഉൾപ്പെടെയുള്ള മറ്റ് ഔദ്യോഗിക പ്രധാന ഭാരവാഹികൾ ഔദ്യോഗികമായി രാജി നൽകാത്തതിനാൽ അമ്മ വലിയൊരു നിയമ പോരാട്ടത്തിലേക്കും ഭരണഘടനാ പ്രതിസന്ധിയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. വടക്കേക്കാട് എനിക്ക് എൻ്റെ ചങ്ക് എന്ന് പറയാവുന്നൊരു ഫ്രണ്ട് ഉണ്ട്, അഷ്റഫ് വടക്കേക്കാട് എന്ന് പറയും. CPM അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്, അറിയാലോ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു 40 കൊല്ലത്തിലധികമുള്ള ബന്ധമാണ്. വളരെ ആത്മാർത്ഥ സുഹൃത്താണ്. ഞങ്ങൾ ആശയപരമായിട്ട് കടി കൊടുക്കുകയും ചെയ്യും. അഷ്റഫ് വടക്കേക്കാടിൻ്റെയാണ്. അപ്പം തന്നെ ഞാൻ മൊബൈൽ, അതിൽ ഫുൾ ബ്ലഡ് ആയിരുന്നു, അത് തുടച്ചു. അപ്പോൾ അതിൽ ഞാൻ എഴുതിയിട്ട് കോമ്രേഡ് അഷ്റഫ് എന്നാണ്. ഞാൻ ഒന്ന് ഇതൊന്ന് വിളിക്കുന്നു. ആദ്യം വൈഫിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോവാണ്, പക്ഷേ വടക്കേക്കാടാണ്, നീ അഷ്റഫിനെ വിളിച്ചാൽ മതി, ബാക്കി കാര്യത്തിന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അഷ്റഫിനെ വിളിച്ചു. വിത്തിൻ 15 മിനിറ്റ്സ് ഇവരെ എങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു എനിക്കറിയില്ല. ആംബുലൻസിൽ അങ്ങനെ പോകല്ലേ? ആംബുലൻസ് കിടന്നുണ്ടോ? കിടക്കാതിരിക്കട്ടെ, കിടക്കാതിരിക്കട്ടെ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇങ്ങനെയല്ലേ കിടക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അത് പോവുക, നമുക്കൊന്നും കാണാൻ പറ്റൂല. ഈ എല്ലാവരും ഈ ആംബുലൻസ് ഓടിക്കുന്നതിനാണ് എൻ്റെ ആരാധകനാത്ര. അപ്പോൾ മരണ സ്പീഡിലാണ് പോകുന്നത്. ജോയി സാറൊന്നും പറ്റരുത് വെച്ചിട്ട് മരണ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അഷ്റഫിനെ വിളിച്ചു. 15 മിനിറ്റ് കൊണ്ട് അഷ്റഫ് ഹോസ്പിറ്റലിലെത്തി. അഷ്റഫും കൂടെ മോമാരി എന്ന് പറഞ്ഞ് വേറെ ഫ്രണ്ട്, അയാൾ ലീഗുകാരനാണ്, അതും എൻ്റെ ഫ്രണ്ടാണ്.
എത്തിയപ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായി. പകുതി ജീവൻ കിട്ടിയതുപോലെ. ഇനി ഓർമ്മ പോയാലും തിരക്കേടില്ല, എന്ത് പോയാലും തിരക്കേടില്ല. അതാണ് പറയുന്നത്. സൗഹൃദത്തിൻ്റെ ഒരു ആസ്പത്രിയിൽ ചെന്നപ്പോഴല്ലോ എന്നോട് ചോദിച്ചു അഡ്രസ്സ് എന്താ, എഴുതിയെടുക്കണം അഡ്രസ്സ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഗുരുവായൂർ XMLA അബ്ദുൾ ഖാദറിനെ അറിയിച്ചാൽ മതി എന്ന് എഴുതിയാൽ മതി. CPM MLA ആണ്, നന്നായി പുസ്തകം വായിക്കുന്ന ആളാണ്, നല്ല വായനക്കാരനാണ്, നല്ല എഴുത്തുകാരനാണ്, എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ ബന്ധങ്ങൾ. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം വന്നു. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഒരു ആൾക്കാരെ ചതുരക്കള്ളികളിൽ ഒതുക്കിയിട്ടേ അവരെ മാത്രമായിട്ട് ബന്ധപ്പെടുമെന്ന് വിചാരിക്കരുത്. പല വെറൈറ്റി മനുഷ്യന്മാർ നമുക്ക് വേണം. ബന്ധങ്ങൾ പെട്ടെന്നുണ്ടാവും, പക്ഷെ അതിങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയ ബുദ്ധിമുട്ടാണോ? അതായത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ നിൽക്കണം കൂടെ. അവിടെ ഈ ഒന്ന് ഷൂട്ടിംഗ് ആണ്, വരാൻ പറ്റില്ല എന്ന് പറയരുത്. കഴിഞ്ഞു, മ്യൂച്വൽ ആയിരിക്കണം. ഞാൻ ചിലപ്പോൾ ഷൂട്ട് ഒഴിവാക്കിയിട്ടൊക്കെ അവർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി പലതും ചെയ്യും. അതേപോലെ നമ്മൾ അസൂയാവഹമായ ഒരു സൗഹൃദത്തിനെ പറ്റി എനിക്ക് ചോദിക്കണം എന്നുണ്ട്. നമ്മുടെ മാധവിക്കുട്ടി അമ്മയായിട്ടുള്ള ഒരു ബന്ധം, അതൊരു പ്രത്യേക സൗഹൃദം തന്നെയായിരുന്നില്ലേ? അത് പ്രത്യേക ബന്ധമാണ്, അത് പ്രേമമൊക്കെ ഉണ്ട്. അതെ, അത് എഴുതിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി അവരെ പ്രേമിക്കാതിരിക്കുന്നത് എങ്ങനെ? സത്യം, സ്ത്രീകൾക്കൊരു പ്രേമം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ അവരെ കഥകൾ വായിച്ചിട്ട് അപ്പോഴേ പ്രേമായിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ പറയായിരുന്നു, നമ്മൾ ലവ് അറ്റ് ഫസ്റ്റ് വേർഡ് ആണല്ലേ? ചെങ്ങാതിമാരോട് പറയുന്നു, എടാ മാധവിക്കുട്ടിയുടെ മണം, മനസ്സിലായില്ലേ? അങ്ങനൊരു സംഭവമുണ്ട്. ഞങ്ങൾ അവരോടും പറഞ്ഞിരുന്നു, അവരോട് എന്തും പറയാൻ നമുക്ക് കേട്ടോ, എന്തും. ഭയങ്കര അത് എങ്ങനെയാണ് ഈ ഒരു പരിചയം ഉണ്ടായത് അമ്മയായിട്ട്? അത് ഞാനൊന്ന് ബോധി പബ്ലിഷിംഗ് ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തിയിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, ദൂരദർശനിലുള്ള. അവൻ എല്ലാ എഴുത്തുകാരായിട്ടും നല്ല സ്നേഹബന്ധം സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ റിട്ടയർ ചെയ്തു. അവനോട് ഞാൻ പറഞ്ഞു, ഈ ഒരു സർവീസ് സ്റ്റോറി എഴുതുക, അല്ലെങ്കിൽ ഒ വിജയനാണെങ്കിലും ആനന്ദാണെങ്കിലും കമലദാസ് ആണെങ്കിലും പെരുമ്പടമാണെങ്കിലും സൂതകുമാരി ആണെങ്കിലും ഇവരൊക്കെയായിട്ട് ഇവർ നല്ല ബന്ധമാട്ടോ. വെറുതെ അവരുടെ അടുത്ത് പോകും, സംസാരിക്കും. ഇപ്പം മാധവിക്കുട്ടിയെ എൻ്റെ വീട്ടിൽ അധികം ദിവസം പോകാൻ ശാസ്താമംഗലത്ത്. അപ്പോൾ എനിക്ക് മാധവിക്കുട്ടിനെ കാണണമെന്നൊരാഗ്രഹം അവനോട് പറഞ്ഞു. നമുക്ക് പോവാം, ഒരു ദിവസം പോവാം എന്ന് പറഞ്ഞ് പോയി കണ്ട് സംസാരിച്ചു. അവർ പക്ഷേ നമ്മളെ മുഖത്തൊന്നുമല്ല നോക്കുക, അവർ നമ്മുടെ ഉള്ളിൽ കൂടെ നോക്കുക. അങ്ങനെ നമ്മളെ കടന്നു പോകും അവരെ നോട്ടം. ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ള അവരെ നോട്ടം നമ്മളെ കടന്നു പോകും. മനസ്സിലായോ? രജനീഷിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. രജനീഷ് നോക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട ആളാണോ രജനീഷിനെ? നിങ്ങൾ കണ്ടില്ലല്ലോ? കാണേണ്ട ഫിഗറാണ് അത് പെനട്രേറ്റിംഗ് ആണ്. നോട്ടം എന്ന് പറഞ്ഞാൽ തുളച്ച് കയറും. മാധവിക്കുട്ടി തുളച്ച് കയറുന്നില്ല. മാധവിക്കുട്ടി ഒരു ഒരു കാറ്റ് പോലെ ഇങ്ങനെ മന്ദമാരുതൻ. അപ്പോൾ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. പിന്നെയും കാണാൻ പോയി ഓരോ തമാശകൾ പറയും. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഓർമ്മയുണ്ടാവില്ല. അല്ല, നമ്മൾ അപരിചിതനായിട്ട് ട്രീറ്റ് ചെയ്യും നമ്മളെ. അയ്യോ, അതൊരു വലിയ പ്രശ്നമാണല്ലോ അല്ലേ? നമ്മൾ ഇത്രയും ബന്ധമുണ്ടല്ലോ എന്ന് വിചാരിച്ചു പോയി പറയുമ്പോഴത്തേക്ക് ഓർമ്മയില്ലാത്ത പോലെ. ചിലപ്പോൾ ഹ്യൂമറൊന്നും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വേറെ മൂഡിലേക്ക് വരും. ചിലപ്പോൾ സർവാഭരണ വിഭൂഷിലേക്ക്, ചോപ്പ് സാരി കൊടുത്ത്, ചോപ്പ് ബ്ലൗസൊക്കെ ഇട്ട്, ചോപ്പ് പൊട്ടൊക്കെ തൊട്ടു. ഭയങ്കര ടെറിഫിക് ഫീലാട്ടോ അത്. കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരി. അയ്യോ, എന്നിട്ട് നല്ല വളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിന് മുമ്പ് ഞങ്ങൾ പോയപ്പോൾ ആഭരണങ്ങളൊന്നും ഇല്ലാതെ ഒരു അലമ്പ് സാരി കൊടുത്തിരിക്കുകയാണേ. അപ്പോൾ ഞങ്ങൾ എന്തോ സംസാരിച്ചു പറഞ്ഞു, എന്തിനാണ് ഈ ആഭരണങ്ങളൊക്കെ? എന്തിനാണ് മനുഷ്യൻ വേഷം കെട്ടി ജീവിക്കുന്നത്? ഈ ജീവിതം ആരെ കാണിക്കാനാണ്? ഈ ഉള്ള വസ്ത്രം ധരിച്ച് നാണം മറിച്ച് ജീവിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും ശരിയാണല്ലോ. പിന്നെ ചെല്ലുമ്പോൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു പ്രത്യേക ചെയറുണ്ട് അവർക്ക്, ഒരു സിംഹാസനം പോലത്തെ ചെയറുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ നിങ്ങൾ എന്തിനാണ് ജീവിതത്തിൽ ആഭരണങ്ങൾ, എന്തിനാണ് നല്ല വസ്ത്രങ്ങളൊക്കെ? അന്ന് എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്തിനാണ് ഈ ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിയാതെ ജീവിക്കുന്നത്? ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും പർപ്പസ് തന്നെ നമ്മളെ സുന്ദരിയാക്കാനല്ലേ, അത് സുന്ദരനാക്കാനല്ലേ? അങ്ങനെയൊക്കെയുള്ള വട്ട്. എനിക്ക് ഭ്രാന്തന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചീത്തപ്പേര് ചെറുതായിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ.
അത് നല്ല നല്ല ഒരു അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. വലിയ വലിയ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. ഇച്ചിരി വേണം അല്ലേ? ഇത്തിരി വേണം. ഇത്തിരി എബ്നോർമാലിറ്റിയാണ് നമുക്ക് കാര്യങ്ങളെ വേറൊരു ആംഗിളിൽ നിന്ന് നോക്കിക്കാണാൻ പഠിക്കുക. നമ്മളൊക്കെ കണ്ടീഷൻഡാണ്. ഏത് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടി കണ്ടീഷൻ ഇങ്ങനെ സംസാരിക്കണം. അത് കുഞ്ഞിലെ നമ്മൾ ട്രെയിൻഡ് ആവും. അതെ അതെ, അതാ പറഞ്ഞത്. ഈ കണ്ടീഷൻ സൊസൈറ്റീൻ്റെ വിക്ടിംസാണ് നമ്മൾ, ഇരകളാണ്. അവരതല്ല, അവർ കണ്ടീഷന് പുറത്താണ്. അവർക്ക് അവരുടേതായ കണ്ടീഷനാണ്. ഞാൻ ഒരു സിനിമ എഴുതുന്നുണ്ട് അങ്ങനെ. ഒരുപാട് സാധനങ്ങളുണ്ട് മനസ്സിൽ. ഇതൊക്കെ എപ്പോൾ സിനിമയാക്കും? ഇത്രയും വർഷം കൊണ്ട് ആ കൂടെ 3 സ്ക്രിപ്റ്റാണ് എഴുതിയത്, സിനിമയാക്കിയത്. എന്തുകൊണ്ടൊരു ഒരുപാട് സാധനം മനസ്സിൽ കിടപ്പുണ്ട്. ഇതിൽ ഏതൊക്കെ പ്രകാശനം ചെയ്യണം, ഏതൊക്കെ സിനിമയാക്കണം, ഏതൊക്കെ നാടകമാക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടോ? ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ. ഇതിനൊരു തുടക്കം കിട്ടാനാണ് പാട്, മനസ്സിലായില്ലേ? അനുഭവങ്ങളുണ്ടായാൽ മാത്രം പോരാ, നമുക്കതിനൊരു ബിഗിനിങ് വേണം. ഒരു ബിഗിനിങ് വേണം. പിന്നെ അതിനൊരു ഒരു ഒരു പ്രഷർ വേണം. അങ്ങനെയൊക്കെ വരുമ്പോൾ വരും. ഇപ്പം അടുത്ത് ചെയ്യുന്നത് സ്വന്തമായി ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. ഷട്ടർ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഡയറക്ഷൻ ചെയ്യുന്നില്ല? ഞാനും ആലോചിച്ചതിനെ പറ്റിയിട്ട്. ഈ 2ാമത്തെ സിനിമയാണ് എല്ലാവർക്കും വലിയ ചാലഞ്ച്. അയ്യോ, ആദ്യത്തെ അത് പൊളിഞ്ഞ ആൾക്കാർ പറയും, കണ്ടോ കള്ളി പൊളിഞ്ഞ് അവനറിയില്ല ഈ പണി. അതുകൊണ്ട്